നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 30/11/2024 നടന്ന LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ എന്നീ ജില്ലകളിലേക്ക് PSC നടത്തിയ പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസർ കീയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 535/2023 ആണ്. അപ്പോൾ ഈ പരീക്ഷയുടെ നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് നിങ്ങൾ കമൻസിൽ ഇടുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ ഇടുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അത് എ ആണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതാണ്. 2, ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സി ദാദാഭായ് നവറോജി. 3, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ബി ഡൽഹൌസി പ്രഭു. 4, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഡി ആണ്. 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 5, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഡി, ലാഹോർ സമ്മേളനം. ഇനി 6, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? എ, ജവഹർലാൽ നെഹ്റു. 7, തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബി, റിപ്പബ്ലിക്. ഇനി 8, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ബി, നിർദ്ദേശക തത്വങ്ങളിൽ. 9, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സി, മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 10, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഡി, വിദ്യാഭ്യാസം. 11, മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? എ, വില്യം ലോഗൻ കമ്മീഷൻ. 12, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആര്? സി, രാമൻ നമ്പി. 13, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെട്ടതാരെയാണ്? എ, ചട്ടമ്പി സ്വാമികൾ. 14, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? സി, മിതവാദി. 15, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ബി, അയ്യങ്കാളി. 16, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ഡി, സിംഗപ്പൂർ. 17, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? എ, ഓപ്പറേഷൻ അജയ്. ഇനി 18, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി? എ, 9ാം പഞ്ചവത്സര പദ്ധതി. 19, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഡി, അരുണാചൽ പ്രദേശ്. 20, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറഞ്ഞാൽ ശരിയല്ലാത്ത പ്രസ്താവന? അത് രണ്ടാമത്തെ മാത്രമാണ്, അതായത് ബി ആണ് ഉത്തരം. 21, മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം? ബി, മധുര. 22, ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 2, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും വിവിധോദ്ദേശ പദ്ധതി, അതായത് ഡി ആണ് ഉത്തരം. 23, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? എ, കൊല്ലം. 24, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം? സി, ജീവൻ രക്ഷാ പതക്. ഇനി 25, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഡി, ഗോദാവരി. 26, ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം? സി, തൂത്തുക്കുടി. 27, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി? ബി, ഡക്കാൻ പീഠഭൂമി. 28, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം? എ, ബാരാലച്ചാല ചുരം. 29, ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? എ, 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 30, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 1, ത്രിതല പഞ്ചായത്ത് സംവിധാനവും. 2, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, അതായത് ബി ആണ് ഉത്തരം. 31, പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? ബി, എടയ്ക്കൽ ഗുഹ. 32, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? എ, പള്ളിവാസൽ. 33, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? എ, പള്ളിക്കര. 34, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഡി, വൈക്കം സത്യാഗ്രഹം. ഇനി 35, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? എ, കാപ്പി. 36, 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? സി, ആലപ്പുഴ. 37 മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏത് ആണ്?
എ 1.25 കോടി മലയാളികൾ. 38 താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം. സി ആണ് കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 39 കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? എ കോതമംഗലം. 40 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഡി ദക്ഷിണാഫ്രിക്ക. 41 കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി എ വി അബ്ദുറഹ്മാൻ. 42 ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് എ HDFC. 43 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ബി പൃഥ്വിരാജ്. 44 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? സി അർഷാദ് നദീം. ഇനി 45 ലോക നാട്ടറിവ് ദിനം. എ ആഗസ്റ്റ് 22. 46 ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? സി ഡെങ്കി വൈറസ്. 47 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ബി കില്യൻ മർഫി. 48 രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? സി മാനന്തവാടി. 49 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? എ അൽഗോരിതങ്ങളുടെ നാട്. 50 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഡി അർജന്റീന. 51 മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മാസ്കിൻ്റെ കമ്പനി? എ ന്യൂറലിങ്ക്. 52 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാന് നൽകിയ പേര്? സി നീലു. 53 ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്തെഴുതുക. അത് ചർവണകവും അഗ്രചർവണകവും, അതായത് സി ആണ് ഉത്തരം. ഇനി 54 സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി. ഉത്തരം ഡി ആണ്. 55 ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? എ വെണ്ട. 56 വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ബി 2006. 57 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? ബി 1984. 58 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം? സി ഗോവ. 59 ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം? ഡി സ്വീഡൻ. 60 വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ ഏത്? ഇവിടെ ഒന്നാമത്തെ ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. പിന്നെ 2 ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. പിന്നെ 3 അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അപ്പോൾ ആദ്യത്തെ 3 അതായത് എ ആണ് ഉത്തരം. ഇനി 61 തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ബി ആണ്. 62 കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഇവിടെ ആദ്യത്തെ തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർകാന്തം തെക്ക് വടക്ക്, അത് ശരിയാണ്. 3 കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും ആകർഷിക്കുന്നുള്ളൂ. അപ്പോൾ 2, 3 ശരി, അതായത് ഡി ആണ് ഉത്തരം. ഇനി 63 ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇവിടെ തന്നിരിക്കുന്നതിൽ ബി ആണ്. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. ഇനി 64 വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? അത് സി ആണ്, തീ കെടുത്തുന്ന വാതകമാണെന്നുള്ളത്. 65 സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എ സഹജ. 66 കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? സി കൈരളി. 67 ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? സി വുഹാൻ. 68 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? ഡി ടൈഫോയിഡ്. 69 സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? സി മാമോഗ്രാം. 70 HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? എ ജ്യോതിസ്. ഇനി 71 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? സി മലപ്പുറം. 72 ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണു? എ വിബ്രിയോ. 73 നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി? ബി ശലഭം. 74 ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം? ബി ബ്ലീച്ചിങ് പൗഡർ. 75 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഡി പൂനെ. 76 താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? സി ആണ് JP നഡ്ഡ.
77 ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി. എ. അമൃതം ആരോഗ്യം. 78 താഴെ പറയുന്നവയിൽ ഏത് മാർഗ്ഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ഡി ആണ് മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി. 79 ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ബി. MAL എന്ന്. ഇനി 80 താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഇവിടെ തന്നതിൽ നിപ്പ പെടും, പിന്നെ എംപോക്സും, അതായത് 1, 3 എ ആണ് ഉത്തരം. ഇനി 81 തൊട്ട് മാക്സിമം മെൻ്റൽ എബിലിറ്റിയാണ്. അടുത്തത് 7, 6, 5, 4, 3, 2, 5 എന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം സി 8 വരിക. ഇനി 82 ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഡി ആണ് 4.3 സെൻറ്റിമീറ്റർ വരും. ഇനി 83 ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യ സംഖ്യ എ ആണ് 11/12. ഇനി 84 1.25 മൈനസ് 0.25 ബൈ 1.25 പ്ലസ് 0.75 അത് 1/2 വരും, അതായത് 0.5. ഇനി 85 തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഡി 105. 86 രണ്ട് ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം സി ആണ് 9:10. ഇനി 87 2 × 5 × 7 × 4 × 2 × 5 × 7 അതിൻ്റെ വർഗ്ഗമൂലം എ ആണ് 140. ഇനി അടുത്തത് 88 1500 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നുവെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില ബി ആണ് 1150. ഇനി 89 +8 × +12 ഹരണം +4 × -6 ഈക്വൽസ് ബി -144 വരും. 90 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം ബി 18 സെക്കൻഡ്. 91 1, 8, 7, 26, 27, 64, 125 അടുത്തത് 216 ബി വരും. 92 വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15, 21 വരിക ഡി ആണ്. പിന്നെ 29, 39. 93 I = 828 ആം = 639 എങ്കിൽ ഇയർ 863 സി വരും. ഇനി 94 എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് ബി ആണ് 3. 95 ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത്തെ ആളും പുറകിൽ നിന്ന് 7ാമത്തെ ആളും. അപ്പോൾ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട് ചോദിക്കുമ്പോൾ അത് ഡി 17 വരിക. ഇനി 96 2.02 ഹരണം 202 അപ്പോൾ സി 0.010 വരും. ഇനി 97 x/y = 4:3 y/z = 6:5 അപ്പോൾ x/z 24:15 വരും. 98 ഇപ്പോൾ വാച്ചിൽ 12 മണി ക്ലോക്കിൽ 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? അത് 900 സെക്കൻഡ് സി ആണ്. 99 അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം ബി 32 ആണ്. 100 3 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ സൈഡിൻ്റെ അറ്റത്തെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് 1 വരിക. അപ്പോൾ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇത്രയാണ് ഇന്ന് നടന്ന തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിലെ LGS പരീക്ഷയ്ക്ക് PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ കമൻസിലിടുക. ഇതിൻ്റെ കട്ട് ഓഫ് അനാലിസിസും എക്സാം അനാലിസിസും ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവീത് ആ വീഡിയോയും കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.